അല്ല, പാർട്ടിയെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കണ്ടിട്ടുണ്ടെന്നെങ്കിലും തെളിയിച്ചാൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഈ ആരോപണം വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് സത്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കുറേ ഇഷ്യൂസ് നാട്ടിൽ നടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ചാണ്ടി ഉമ്മൻ്റെ ഒരു നിലപാട്? അല്ല, പാർട്ടിയെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പാർട്ടി എന്ന് ശരിയാണ്, പാർട്ടി പ്രാവശ്യം എടുത്ത നിലപാട് ശരിയാണ്. അത് നിലപാട് അനുസരിച്ച് നമ്മളെല്ലാം നിൽക്കുന്നു. ഓക്കെ. ആരെയും അതായത് കരുതിക്കൂട്ടി ട്രാപ്പ് ചെയ്യുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? അതിപ്പം എനിക്കത് പറയാനാവത്തില്ല. അതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ടതാണ്. ഓക്കെ. ഈ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പൊതുപ്രവർത്തകരുണ്ടായിട്ടുള്ള നാടാണ് കേരളം. അങ്ങയുടെ പിതാവ് ഏറ്റവും സംശുദ്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെ പോലും കുരുക്കാൻ വേണ്ടി വളരെ വൈഡായിട്ടൊരു ശ്രമം നടന്നു. പക്ഷേ അദ്ദേഹത്തെ ജനങ്ങൾ നെഞ്ചോട് ചേർത്തതുകൊണ്ടാണ് ഒരിക്കലും അദ്ദേഹം ആ കളങ്കത്തിൽ പെടാത്തതും അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനല്ല എന്ന് പിൽക്കാലത്ത് വളരെ വ്യക്തമായി തെളിഞ്ഞത്. അതല്ല, അത് തന്നെ കൃത്യമായി അദ്ദേഹം സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ഈ ആരോപണം വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് സത്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് പലവട്ടം, അത് ഒരു ദിവസം പോലും താമസിച്ചില്ല, അപ്പം തന്നെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡ് എടുത്തിട്ടുള്ള അതുകൊണ്ടാണ് ഇന്ന് സത്യം നിൽക്കുന്നത്. സത്യം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ആ സത്യം ഇന്നല്ലേ നാളെ പുറത്തു വരും. അപ്പം ആ യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയാൻ വൈകിയെന്നൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ അങ്ങയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത്തരം ഇഷ്യൂസിനെ കാണുന്നത്? അല്ല, ഇപ്പം കുറേ ആക്ഷേപങ്ങളുണ്ട്. ഞാൻ വീണ്ടും റീവിസിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ ആരെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടെന്നെങ്കിലും തെളിയിച്ചാൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്തായി എന്നിട്ട്? എനിക്ക് ഭൂമി ഉണ്ടെന്ന് പറഞ്ഞു ബാലരാമപുരത്ത്. എനിക്ക് അമേരിക്കയിൽ എന്നായിരുന്നു എന്തോ ഒരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കെ സുരേന്ദ്രനാണ് ഈ സ്ഥലത്തിൻ്റെ കാര്യം ഈ കമ്പനിയുടെ കാര്യം പറഞ്ഞു. ഞാൻ പുള്ളിയോട് ഞാൻ ഫ്രീ ആയിട്ട് തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ഫിലഡൽഫിയ ഇല്ലാന്ന് പറഞ്ഞു. ഫിലഡൽഫിയ എനിക്ക് റബ്ബർ തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഫിലഡൽഫിയ വരെ പോയി ഇത് കണ്ടെത്താൻ. പക്ഷെ അവിടെ റബ്ബർ ഇല്ലാന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കി. അപ്പം ഇങ്ങനെ ഒരു വെബ് ഓഫ് ലൈസ് എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വെറുതെ ആക്ഷേപം ഉന്നയിച്ചാൽ പോരാ, തെളിവുകൂടെ ഹാജരാക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ കാര്യത്തിൽ നയം. താങ്ക് യു.